ഹായ് ഫ്രണ്ട്സ്, കാലിൽ ഒരു ക്ലിക്ക് സൗണ്ട് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഡാൻസേഴ്സ് ഹിപ്പ് അല്ലെങ്കിൽ സ്നാപ്പിംഗ് ഹിപ്പ് സിൻഡ്രോം ഉണ്ടാവാം. അപ്പോൾ സ്നാപ്പിംഗ് ഹിപ്പ് സിൻഡ്രോം എന്താണ്, അവ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഐ എം രാഹുൽ, വോക്കിംഗ് ഫിസിയോതെറാപ്പി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലാണ്. കാലിൽ ഒരു ക്ലിക്ക് സൗണ്ട് ഉണ്ടാകുന്നതായിട്ട് കുറച്ച് ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാലിലുണ്ടാകുന്ന ഈ ക്ലിക്ക് സൈൻ ഡാൻസേഴ്സ് ഹിപ്പ് അഥവാ സ്നാപ്പിംഗ് ഹിപ്പ് സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മെയിനായിട്ടും തൈ റീജിയൻ, കാലിലെ തുടയുടെ റീജിയനിലാണ് കാണപ്പെടുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഈ തുടയുടെ റീജിയനിലുള്ള മസിൽസ്, ലിഗമെന്റ്സ്, ടെൻഡൻസ് തുടങ്ങിയവ അത് സംബന്ധിച്ച ബോണുകൾ, അതായത് എല്ലുകളിൽ ഉരസുകയും അതുമൂലം ഒരു ക്ലിക്ക് സൗണ്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് പല സാഹചര്യങ്ങളിലും, ജോലികൾക്കിടയിലും നടക്കുന്നതിനിടയിലും ഒക്കെ വേദനയോടൊപ്പമോ അല്ലാതെ ഈ ക്ലിക്ക് സൗണ്ട് ഉള്ളതായി ചിലർക്ക് തോന്നാറുണ്ട്. ഈ സ്നാപ്പിംഗ് ഹിപ്പ് സിൻഡ്രോം കോമൺ ആയി കണ്ടുവരുന്നത് അത്ലറ്റ്സ്, അതായത് സ്പോർട്സ് സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഡാൻസേഴ്സ് തുടങ്ങിയ ആൾക്കാരിലാണ് ഇത് കോമൺ ആയി കണ്ടുവരുന്നത്. ഈ സ്നാപ്പിംഗ് ഹിപ്പ് സിൻഡ്രോം എന്നതിനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ഇന്റേണൽ ടൈപ്പ്, രണ്ടാമത്തേത് എക്സ്റ്റേണൽ, മൂന്നാമത്തേത് ഇൻട്രാ ആർട്ടിക്കുലർ ടൈപ്പ്. ഇന്റേണൽ ടൈപ്പ് എന്നുള്ളത് കാലിൻ്റെ തുടയുടെ ഉൾഭാഗത്തുള്ള ചില മസിൽസ്, ടെൻഡൻസ് അവയെ റിലേറ്റ് ചെയ്ത് സംഭവിക്കുന്ന ഒന്നാണ്. അതായത് ഇലിയോ സോവാസ് മസിൽ എന്ന് പറയും, കാലിൻ്റെ ഇലിയാക്കസ് മസിൽ, അതുപോലെ തന്നെ സോവാസ് മേജർ മസിൽ. ഇവ രണ്ടും കൂടെ കൂടിച്ചേരുന്നുണ്ടാകുന്ന ടെൻഡൻ, ഈ ടെൻഡൻ പെൽവിസ് ബോണുമായി ഉരസുകയും അവിടെ ക്ലിക്ക് സൗണ്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. കാൽ അകത്തുമ്പോഴും, അതായത് അബ്ഡക്ട് ചെയ്യുമ്പോഴും, പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും, എക്സ്റ്റേണൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ക്ലിക്ക് സൗണ്ട് രൂപപ്പെടുന്നത്. ഇലിയോസോവാസ് ടെൻഡൻ സ്ലൈഡ് ചെയ്യുന്നു, അതുകൊണ്ട് ക്ലിക്ക് സൗണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇലിയോസോവാസ് ടെൻഡനൈറ്റിസ്, അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇലിയോസോവാസ് ടെൻഡൻ ആണ്. ഈ ഒരു കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഇലിയാക്കസ് മസിൽ, അതുപോലെ തന്നെ സോവാസ് മേജർ മസിൽസ്, ഈ മസിൽ സംബന്ധമായ പ്രോബ്ലംസ് കൊണ്ടോ ഒക്കെ ഈ ടെൻഡൻ അത് സംബന്ധിക്കുന്ന ബോൺ, അതായത് പെൽവിക് ബോണിൽ സ്ലൈഡ് ചെയ്യുകയും അതുമൂലം ക്ലിക്ക് സൗണ്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് അഥവാ എക്സ്റ്റേണൽ ടൈപ്പ് എന്നുള്ളത് മോസ്റ്റ് കോമൺ ആയി തന്നെ ഡാൻസേഴ്സ് അല്ലെങ്കിൽ അത്ലറ്റ്സിൽ കണ്ടുവരുന്ന ഒന്നാണ്. ഇവ ഉണ്ടാകുന്നത് ഇലിയോ ടിബിയൽ ബാൻഡ് ടൈറ്റ്നസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒന്നാണ്. ഇലിയോ ടിബിയൽ ബാൻഡ്, IT ബാൻഡ് എന്നറിയപ്പെടും. ഈ IT ബാൻഡ് എന്നുള്ളത് പെൽവിക് എന്ന ബോണിന്റെ ഒരു ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്ത് കാലിന്റെ ലോങ് ബോണായ ടിബിയയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒന്നാണ്. ഈ ബാൻഡാണ് കാൽ താഴ്ത്തുമ്പോഴും അതുപോലെ തന്നെ അബ്ഡക്ട് ചെയ്യുമ്പോഴും, അകത്തുമ്പോഴും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും, പൊക്കിയിട്ട് താഴ്ത്തുമ്പോഴും, അതായത് എക്സ്റ്റെൻഡ് പൊസിഷനിലേക്ക് വരുമ്പോഴും ഒക്കെ മറ്റു മസിൽസിനെ സഹായിക്കുന്ന ഒരു ബാൻഡും കൂടിയാണ് ഇലിയോ ടിബിയൽ ബാൻഡ് എന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സ്റ്റേണൽ ടൈപ്പ് ഓഫ് സ്നാപ്പിംഗ് ഹിപ്പ് സിൻഡ്രോം എന്നതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കാൽ ഉയർത്തിയതിനു ശേഷം താഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന ക്ലിക്ക് സൗണ്ട് ആണ്. ഇതൊരുപക്ഷെ വേദനയോടൊപ്പമോ അല്ലെങ്കിൽ വേദന ഇല്ലാണ്ടോ ഒക്കെ ചിലർ കണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ കുറച്ച് വേദന ഉണ്ടാവാം, അതിനുശേഷം വേദന ഇല്ലാത്തൊരു കണ്ടീഷനിലേക്കും ഈ ഒരു സൗണ്ട് മാത്രമായി നിലനിൽക്കുന്ന ഒരു കണ്ടീഷനിലേക്കും ഇത് മാറാറുണ്ട്. ഇതിൽ മൂന്നാമത്തേതും അവസാനത്തേതും ഏറ്റവും സീരിയസ് മെഡിക്കൽ ഇന്റർവെൻഷൻ വേണ്ടതുമായിട്ടുള്ള ഒന്നാണ് ഇൻട്രാ ആർട്ടിക്കുലർ ടൈപ്പ് എന്നത്. ഈ ഇൻട്രാ ആർട്ടിക്കുലർ ടൈപ്പ് എന്നുള്ളത് ഹിപ്പ് ജോയിന്റ്, അതായത് നമ്മുടെ തുടയുടെ ജോയിന്റിനെ അടിസ്ഥാനമാക്കി പറയേണ്ട ഒന്നാണ്. ഹിപ്പ് ജോയിന്റ് എന്നുള്ളത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഒരു ബോളിന്റെ ഏരിയ വന്ന് ഒരു സോക്കറ്റിനകത്ത് കണക്ട് ചെയ്യുക, ഇതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജോയിന്റിൽ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അകത്തുള്ള ആർട്ടിക്കുലർ സർഫസിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടാണ് ഈ തേർഡ് ടൈപ്പ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺജനിറ്റൽ പ്രോബ്ലം, ജനസംബന്ധമായ പ്രോബ്ലം കൊണ്ട് ഈ പ്രോപ്പറായിട്ടുള്ള ജോയിന്റ് ഡെവലപ്പ് ആവാതിരിക്കുകയോ, അതല്ലെങ്കിൽ ഒരു ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയ ആത്ലറ്റിസ് മൂലം ഇതിലുണ്ടാവുന്ന ലേബറത്തിൽ ഒരു ടിയർ ഉണ്ടാവുകയോ അതുമൂലം ഒരു ക്ലിക്ക് സൗണ്ട് രൂപപ്പെടുകയും ഉണ്ടാവാം. മറ്റ് രണ്ട് ടൈപ്പിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്തെന്നാൽ വേദനയാണ്. വേദനയോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ക്ലിക്ക് സൗണ്ട്, അതുപോലെ തന്നെ ഡിക്രീസ് റേഞ്ച് ഓഫ് മോഷൻ, കാൽ നീട്ടാനും മടക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടാണ്. ഈ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് അത്ര കോമൺ ആയി കണ്ടുവരുന്ന ഒന്നല്ല. ഈ മൂന്ന് ടൈപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് റെയറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സ്നാപ്പിംഗ് ഹിപ്പ് സിൻഡ്രോം ഒരു പക്ഷേ മറ്റ് രണ്ടായ, അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈപ്പ് തന്നെ ആവാം. ഇനി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം, എന്തൊക്കെ എക്സസൈസസ്, എന്തൊക്കെ സ്ട്രെങ്തനിങ്, എന്തൊക്കെ സ്ട്രെച്ചിങ് എക്സസൈസസ് വേണം എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇതിൽ ഒന്നാമത് ഹിപ്പ് ഫ്ലെക്സർ മസിൽ സ്ട്രെച്ച് ആണ്. ഹിപ്പ് ഫ്ലെക്സർ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കണ്ടീഷൻ തന്നെ, മസിൽസ് ആയ ഇലിയോസോവാസ്, ഈ മസിൽസ് ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടും ആ മസിൽസിന്റെ ടൈറ്റ്നസ് കൊണ്ടുമാണ് ഇത് ഉണ്ടാകാൻ ചാൻസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ മസിൽസിന്റെ സ്ട്രെച്ചിങ് എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഹിപ്പ് ഫ്ലെക്സർ മസിൽ സ്ട്രെച്ച് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാവുന്നതാണ്. രണ്ട് കാലിലും മാറി മാറി ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ പിക്ചറിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുക. ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഹിപ്പ് ഫ്ലെക്സർ മസിൽസിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയാണ്. ഈ ലെങ്ത് കൂടുമ്പോൾ അവിടെയുള്ള കംപ്രഷൻ കുറയുകയും അതുമൂലം ആ ക്ലിക്ക് സൗണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നു.
അടുത്തത് പൈരിഫോമിസ് മസിൽ സ്ട്രെച്ച് ആണ്. കാലിനെ എക്സ്റ്റേണൽ റൊട്ടേറ്റ് ചെയ്യാൻ, പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മസിലാണ്. ഈ മസിൽ ഉണ്ടാകുന്ന ടൈറ്റ്നസ് കൊണ്ടും ഈ പ്രോബ്ലങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതിന്റെ സ്ട്രെച്ച് കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിഹാരം ലഭിക്കുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് ഇലിയോ ടിബിയൽ ബാൻഡിന്റെ സ്ട്രെച്ച് ആണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എക്സ്റ്റേണൽ ടൈപ്പ്, അതായത് ഇലിയോ ടിബിയൽ ബാൻഡ് ടൈറ്റ്നസ് കൊണ്ടാണ് ഉണ്ടാവുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇലിയോ ടിബിയൽ ബാൻഡിന്റെ ടൈറ്റ്നസ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രെച്ച് ആണ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്, രണ്ട് സൈഡ് മാറി മാറി ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇലിയോ ടിബിയൽ ബാൻഡിന്റെ ടൈറ്റ്നസ് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതുവഴി ക്ലിക്ക് സൗണ്ടും അതുപോലെ തന്നെ വേദനയുള്ളവർക്ക് ആ വേദനയും മാറുന്നതാണ്. അടുത്തത് ക്വാഡ്രിസെപ്സ് സ്ട്രെച്ച് ആണ്. കാലിന്റെ തൊടിയുടെ മുൻഭാഗത്തുള്ള ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് ക്വാഡ്രിസെപ്സ് എന്നറിയപ്പെടുന്നത്. ഈ മസിൽസുകളുടെ എല്ലാത്തിനും സ്ട്രെച്ച് അത്യാവശ്യമായ കാര്യമാണ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ മാറി മാറി നിങ്ങൾക്ക് ഈ സ്ട്രെച്ചസ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവഴി നിങ്ങൾക്ക് ഈ സൗണ്ടും അതുപോലെ തന്നെ പെയിൻ എല്ലാം മാറുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് ഗ്ലൂട്ടിയൽ മസിൽ സ്ട്രെങ്തനിങ് ആണ്. കാലിന്റെ തൊടിയുടെ പിൻഭാഗത്തുള്ള മസിൽസ് ആണ്, ബട്ടക്സ് റീജിയനുള്ള മസിൽസ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യുക വഴി അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ കുറയ്ക്കാൻ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ രണ്ട് സൈഡ് മാറി മാറി ചെയ്യാവുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് ഫേഷ്യൽ റിലീസ് അല്ലെങ്കിൽ ഫോം റോളർ റിലീസ് ആണ്. ഒരു ഫോം റോളർ ഉപയോഗിച്ച് നിങ്ങൾക്ക് തൊടിയുടെ മുൻഭാഗത്തുള്ള മസിൽസിന്റെ റീജിയനും അതുപോലെ തന്നെ തൊടിയുടെ സൈഡിലുള്ള മസിൽസ് റീജിയനും റിലീസ് ചെയ്യാവുന്നതാണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഫോം റോളർ നിങ്ങൾക്ക് തൊടിയുടെ അടിഭാഗത്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഫോം റോളറിന് മേളിൽ നിങ്ങൾ തൊടിയുടെ ഭാഗം കോൺടാക്റ്റ് ഉള്ള രീതിയിൽ കിടന്നതിന് ശേഷം നിങ്ങൾക്ക് മേളിലേക്കും താഴേക്കും ഈ ഫോം റോളർ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ഇതൊരു വളരെ എഫക്റ്റീവായ ടെക്നിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് നിങ്ങളുടെ ബോഡി വെയിറ്റ് ഈ ഫോം റോളറിന് പുറത്ത് വരുമ്പോൾ എക്സ്ട്രാ പ്രഷറിനൊന്നും ആവശ്യം വരില്ല. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊടിയുടെ മുൻഭാഗത്തുള്ള മസിൽസാണ് റിലീസ് ചെയ്യേണ്ടതെങ്കിൽ ഫോം റോളർ തറയിൽ വെച്ച് അതിന് മേളിൽ തൊടിയുടെ ഭാഗം കോൺടാക്ട് വരുന്ന രീതിയിൽ കിടന്നു കഴിഞ്ഞ് നിങ്ങൾ മേളിലേക്കും താഴേക്കും റോൾ ചെയ്ത് അതിൽ ഫോഴ്സ് ചെലുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു റിലീസ്, അവിടെ ഫേഷ്യൽ റിലീസ് ഉൾപ്പെടെ എല്ലാ റിലീസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഫോം റോളർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ്. ഒരു ഫോം റോളർ വഴി തൊടിയുടെ റീജിയനിലുള്ള പെയിൻ മാത്രമല്ല, മറ്റ് ബാക്ക് പെയിൻ അതുപോലെ തന്നെയുള്ള പല ഏരിയയിലുള്ള ഫേഷ്യൽ റിലീസിനും ഇത് ഉപയോഗിക്കുന്നതാണ്. തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ പല രീതിയിൽ ഏതൊക്കെ പൊസിഷനിലാണ് ഫോം റോളർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇല്ലാത്ത ആൾക്കാർ തീർച്ചയായും അതൊരെണ്ണം വാങ്ങി വെക്കുക. അത് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് കറക്ഷൻസ് എല്ലാം തന്നെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ തീർച്ചയായും പാലിക്കുക. നിങ്ങൾ ഈ എക്സസൈസും അതുപോലെ തന്നെ സ്ട്രെച്ചിങ് ആക്ടിവിറ്റീസ് എല്ലാം തുടർന്ന് ചെയ്യേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ്. കുറഞ്ഞ ഒരു 1 to 2 months എങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ റുട്ടീനായിട്ട് എല്ലാ ദിവസങ്ങളും നിങ്ങൾ ഈ സ്ട്രെച്ചിങ് എല്ലാം ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും മാറ്റം ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന എക്സസൈസ് ആൻഡ് സ്ട്രെച്ചിങ് കറക്ഷൻസ് എല്ലാം തന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കാണ്. അതൊരിക്കലും ഒരു ഇൻട്രാ ആർട്ടിക്കുലർ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട എക്സസൈസസ് അല്ല. അങ്ങനെ പ്രോബ്ലംസ് ഉള്ളവർ, അതായത് സിവിയർ പെയിൻ ഉള്ളവർ, കാൽ പൊക്കാനും തക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായും മെഡിക്കൽ അഡ്വൈസ് നേടുക തന്നെ ചെയ്യണം. ഇനി നിങ്ങൾക്കുള്ള മറ്റ് സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടീഷൻസിനെ പറ്റി വീഡിയോസ് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷൻസിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിലോ തീർച്ചയായും എനിക്ക് മെയിൽ ചെയ്യുകയോ എനിക്ക് കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അതിനുള്ള മറുപടികൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ദിസ് ഇസ് വോക്ക് ഇൻ ഫിസിയോതെറാപ്പി ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഐ എം ഡോക്ടർ രാഹുൽ. എല്ലാവർക്കും നന്ദി.